ഒരാഴ്ചയോളമായി ഇടവിട്ട് പെയ്യുന്ന മഴ മറ്റത്തൂരിലെ നെൽകർഷകർക്ക് ദുരിതമായി. വിളഞ്ഞ പാകമായി നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. ചേറ്റിപ്പുഴ കിഴക്കേ കോൾപ്പടവിലെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ച ആഘോഷിച്ചു. കൊടിയേറ്റ കാഴ്ചകൾക്ക് ഗജവീരന്മാരും വാദ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി. കുടിവെള്ളത്തിനു വേണ്ടി കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തടയണ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് പൊളിച്ചു നീക്കി. പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാനാണ് തടയണ പൊളിച്ച് 10 മീറ്ററോളം ദൂരം ചാലുകീറിയത്. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപിന്നി മുതൽ CV സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് യാത്രക്കാർക്ക് ദുരിതമായി മാറിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനം തൃശൂരിൽ നടന്നു. കോർപ്പറേറ്റ് വൽകൃത സമൂഹത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനും ആശ്വാസം നൽകാനും സിഒയെ പോലുള്ള സംഘടനയ്ക്ക് കഴിയുന്നുവെന്നത് അഭിനന്ദനാർഹമാണെന്ന് KK രാമചന്ദ്രൻ MLA. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഒരാഴ്ചയോളമായി ഇടവിട്ട് പെയ്യുന്ന മഴ മറ്റത്തൂരിലെ നെൽകർഷകർക്ക് ദുരിതമായി. വിളഞ്ഞ പാകമായ നെല്ല് കൊയ്തെടുക്കുന്നതിന് മഴ തടസ്സമാവുകയാണ്. മറ്റത്തൂരിലെ കോപ്ലിപ്പാടം കൊടുങ്ങ പാടശേഖരങ്ങളിലാണ് മഴ മൂലം കൊയ്ത്ത് വൈകുന്നത്. വിളഞ്ഞ പാകമായ നെല്ല് കൊയ്തെടുക്കാൻ വൈകിയാൽ നെൽമണികൾ വീണ് നശിക്കും. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയും പാടശേഖരങ്ങളിലുണ്ട്. കൊയ്ത്ത് നടത്തിയാൽ തന്നെ മഴ നനയാതെ നെല്ലും വൈക്കോലും ശേഖരിക്കാൻ പ്രയാസമാവും. വൈക്കോൽ പാടത്ത് സൂക്ഷിക്കാനും ഉണക്കിയെടുക്കാനും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. മുണ്ടകൻ വൈക്കോലിന് മികച്ച വില കിട്ടുമെന്നതിനാൽ മഴ മാറിയ ശേഷം കൊയ്ത്ത് നടത്താമെന്ന് കരുതി കാത്തിരിക്കുകയാണ് കർഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി മുണ്ടകന് മികച്ച വിളവാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ കാലാവസ്ഥ അനുകൂലമായിരുന്നുവെങ്കിലും വിളവെടുക്കേണ്ട സമയമായപ്പോൾ മഴ തടസ്സം സൃഷ്ടിക്കുന്നത് കർഷകരെ നിരാശപ്പെടുത്തുകയാണ്. TCV ന്യൂസ് കൊടകര. പടവിലെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. 100ഓളം കർഷകർ പ്രതിസന്ധിയിൽ. 1 മാസം പ്രായമായ നെൽച്ചെടികളാണ് പറിച്ചു നട്ട് 2 ദിവസത്തിനുള്ളിൽ വ്യാപകമായി നശിച്ചു പോകുന്നത്. ബാക്ടീരിയ അണുരോഗബാധയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 200 ഏക്കർ സ്ഥലത്താണ് 100ഓളം കർഷകർ ചേർന്ന് കൃഷി ചെയ്യുന്നത്. അയ്യന്തോൾ അരിമ്പൂർ കൃഷിഭവന്റെ കീഴിൽ വരുന്ന കർഷകർ കൃഷി നിർത്തിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ചയ്ക്ക് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. പ്രധാന കാഴ്ചകളായ താബൂത്ത് കാഴ്ചയും കൊടിയേറ്റ കാഴ്ചയും അഭിമുഖമായി നിന്നതോടെ കൊടികയറ്റം നടത്തി. എടക്കഴിയൂർ ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ബികുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയിലേക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എത്തിയത്. വിവിധ ക്ലബ്ബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള കാഴ്ചകളും ജാറത്തിലെത്തി. കൊടിയേറ്റ കാഴ്ചകൾക്ക് ഗജവീരന്മാരും വാദ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി. ഭാരതപ്പുഴയിൽ വെള്ളമില്ല. കുടിവെള്ളത്തിനു വേണ്ടി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തടയണ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് പൊളിച്ചു നീക്കി. നിരവധി പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളമെത്തിക്കുന്ന പൈങ്കുളം പമ്പ് ഹൌസിലേക്ക് വെള്ളമെത്തിക്കാൻ വേണ്ടിയാണ് പൈങ്കുളം വാഴാലിക്കാവിന് സമീപം വർഷങ്ങൾക്ക് മുൻപ് ഭാരതപ്പുഴയിൽ ഉരുക്ക് തടയണ നിർമ്മിച്ചത്. തടയണ പൊളിച്ച് വെള്ളം ഒഴുക്കി പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാനാണ് തടയണയുടെ 10 മീറ്ററോളം ദൂരം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകീറിയത്. ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് മോട്ടോറടിച്ച് വിവിധ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളമെത്തിക്കാൻ പറ്റാത്തതിനെ തുടർന്നാണ് തടയണയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം പമ്പ് ഹൌസിലേക്ക് എത്തിക്കാനുള്ള നടപടി അധികൃതർ ചെയ്തത്. കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഉരുക്കു തടയണ കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനകരമായിരുന്നു. 2018 പ്രളയത്തിൽ മാന്നന്നൂർ വശത്തെ പാടശേഖരത്തിലെ മണ്ണൊലിച്ചുപോയി തടയണ കുറച്ചുഭാഗം തകർന്നിരുന്നു. ഇതേ തുടർന്ന് പുഴ ഗതിമാറി ഒഴുകി. ഇതോടെ നിരവധി പഞ്ചായത്തുകൾക്കും വടക്കാഞ്ചേരി നഗരസഭയ്ക്കും വെള്ളമെത്തിക്കുന്ന പൈങ്കുളം പമ്പ് ഹൌസിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു. പുഴ ഗതിമാറി ഒഴുകിയ ഭാഗത്തുകൂടിയാണ് വെള്ളം ഒഴുകിയിരുന്നത്. പുഴയിലൂടെ ചാല് കീറിയിട്ടും ജലനിരപ്പ് ഉയരാത്ത സാഹചര്യത്തിലാണ് ഉരുക്ക് തടയണ കുറച്ചു ദൂരം പൊളിച്ച് വെള്ളമെത്തിക്കാൻ നടപടിയെടുത്തത്. ഇതോടെ പുഴയിൽ അവശേഷിക്കുന്ന ഒഴുകിവരുന്ന വെള്ളം പമ്പ് ഹൌസിന് സമീപത്തേക്ക് ഒഴുകിത്തുടങ്ങി. വാഴാലിപ്പാടം മാന്നന്നൂർ ഉരുക്ക് തടയണ പുനർനിർമ്മിക്കാൻ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 12.60 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ നിർമ്മാണം അടുത്തുതന്നെ ആരംഭിക്കാനിരിക്കുകയാണ്.
തടയണ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജലസമൃദ്ധമായ നിലയിലേക്ക് പുഴ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, ചെറുതുരുത്തി. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപിന്നി മുതൽ CV സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. റീടാറിംഗിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിൽ മെറ്റലിട്ടതിനാൽ വാഹനയാത്രികരാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായത്. വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാവുന്നതും പതിവായതോടെ മറ്റ് റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. എടത്തുരുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചന്ദ്രാപിന്നി CV സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ, SN വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, SRV UP സ്കൂൾ, മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡാണിത്. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്നിരുന്ന റോഡിന് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് റീടാറിംഗ് നടത്താൻ അനുവദിച്ചത്. ടെൻഡർ നടപടികളും പൂർത്തിയാക്കി. ഇതിനിടയിലാണ് ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പിടൽ ആരംഭിച്ചത്. ടാറിംഗ് നടത്തിയാൽ പൈപ്പിടുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ടിവരും എന്നതിനാൽ ടാറിംഗ് നടപടികൾ പിന്നെയും നീണ്ടു. ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണ പ്രവൃത്തികളായതിനാൽ മാർച്ച് അവസാനത്തോടെ റീടാറിംഗ് നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. റോഡിൻ്റേതായിട്ടുള്ള രജിസ്ട്രേഷൻ മറ്റു നടപടികളെല്ലാം പൂർത്തിയായി. ടാറിങ്ങിനുള്ള ടെൻഡർ അഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും. അതിക്ക് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ വെച്ചിട്ടുള്ള ടൈലിടുന്നതും കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള പ്രവൃത്തി ഇപ്പോൾ 2-3 ദിവസത്തിനകത്ത് ആ 2 പോർഷനുകളിലും നടക്കും. കൾവർട്ടും ക്രോസ് റെയിനായിട്ടുള്ളതും നമുക്ക് പണിയാനുള്ള അത് സംവിധാനം കൂടി ഈ ജനുവരി-ഫെബ്രുവരി മാസത്തോടുകൂടി അത് പണിയാം. TCV ന്യൂസ്, കയ്പമംഗലം. കോർപ്പറേറ്റ് വൽകൃത സമൂഹത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനും അവർക്ക് ആശ്വാസം നൽകാനും COA പോലുള്ള സംഘടനയ്ക്ക് കഴിയുന്നുവെന്നത് അഭിനന്ദനാർഹമാണെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. ഫെബ്രുവരി 8-9 തീയതികളിൽ ചാലക്കുടിയിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിലെ വലിയ ശക്തിയാണ് COA എന്ന കൂട്ടായ്മയെന്നും പലതിന്റെയും പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ സംഘടനയ്ക്ക് കഴിയണമെന്നും MLA പറഞ്ഞു. ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ, അതോടൊപ്പം നമ്മുടെ ഈ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാനും സഹായകരമായിട്ടുണ്ട് എന്നാണ് പൊതുവിൽ ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു ജനകീയ പ്രസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ കേരള വിഷന്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനം. ഒരുമയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പലതിൻ്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്ന ഒരു കാലമാണ്. ജാതി, മതം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, വസ്ത്രധാരണം, ഭാഷ, അങ്ങനെ തുടങ്ങി പലതിൻ്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള വലിയ വലിയ പരിശ്രമം നടക്കുന്ന ഒരു കാലത്ത് ഒത്തൊരുമയും കൂട്ടായ്മയും തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏത് പ്രസ്ഥാനങ്ങളുടെയും ഇതുപോലെയുള്ള സംഘടനകളുടെയും വിജയം. രാജ്യം ഉറ്റുനോക്കുന്ന പ്രസ്ഥാനമായി COA മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ കേബിൾ TVയും ഇന്റർനെറ്റ് സേവനവും വീടുകളിലെത്തിക്കാനും ഫോൺ പദ്ധതിക്ക് കണക്ഷൻ കൊടുക്കാനും കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികൾ വിവിധ വ്യവസായങ്ങളിലും മാധ്യമങ്ങളിലും ചെലുത്തുന്ന സ്വാധീനവും പിടിച്ചെടുക്കലും കണ്ടുകഴിയുമ്പോൾ എത്രമാത്രം പ്രസക്തമാണ് കേബിൾ TV പോലെയുള്ള പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുമെന്നും പ്രാദേശിക ചാനലുകളാണ് ജനങ്ങൾക്ക് വേണ്ടി മാധ്യമ ബഹുസ്വരത നിലനിർത്തിപ്പോരുന്നതെന്നും KV രാജൻ അഭിപ്രായപ്പെട്ടു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ, KCCL ഡയറക്ടർ ബോർഡ് അംഗം VP ബിജു, കേരള വിഷൻ ചെയർമാൻ PM നാസർ, MD T ജയപ്രകാശ്, ട്രഷറർ CG ജോസ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ മേഖലാ സമ്മേളനം തൃശൂർ പേൾ റീജൻസിയിൽ നടന്നു. 14ാം തൃശൂർ ടൗൺ മേഖലാ സമ്മേളനം KCCL MD PP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PK അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ മേഖലാ സെക്രട്ടറി KV സുധീർ മേഖലാ സമ്മേളന റിപ്പോർട്ടും ട്രഷറർ AJ ജോബി സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ എക്സിക്യൂട്ടീവ് അഖിൽ ജോസ് ഓഡിറ്റ് റിപ്പോർട്ടും COA ജില്ലാ സെക്രട്ടറി P ആന്റണി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ നമ്പീശൻ, COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്,
KCCL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, കേരള വിഷൻ ലിമിറ്റഡ് ചെയർമാൻ PM നാസർ, COA തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് CA ബൈജു, തൃശൂർ ജില്ലാ ട്രഷറർ CG ജോസഫ്, മേഖലാ എക്സിക്യൂട്ടീവുമാരായ KA ഡേവിസ്, ബിബിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ മേഖലാ പ്രസിഡന്റായി PK അജിത് കുമാർ, സെക്രട്ടറി KV സുധീർ, ട്രഷറർ AJ ജോബി എന്നിവരെ വീണ്ടും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് CV സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി എബിൻ ജോസ് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. TCV ന്യൂസ് തൃശൂർ. COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന കേച്ചേരി മേഖലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാഹന പ്രചരണ ജാഥ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ്, സെക്രട്ടറി AS പ്രസാദ്, ട്രഷറർ റെജി, ജാഥ ക്യാപ്റ്റൻ പ്രമോദ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാഴാനി കാക്കിനിക്കാട് ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥിയെ പാമ്പ് കടിച്ചു. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ കാക്കിനിക്കാട് മോഡൻകാട്ടിൽ ജയരാജിന്റെ മകൻ തരുണിനെയാണ് സ്കൂൾ വളപ്പിൽ വെച്ച് കളിക്കുന്നതിനിടെ പാമ്പ് കടിച്ചത്. വലത് കൈയിലെ ചെറുവിരലിലാണ് കടിയേറ്റത്. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മെഡിക്കൽ ICUവിൽ പ്രവേശിപ്പിച്ചു. കുട്ടി അപകടനില തരണം ചെയ്തു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ചുരുട്ട ഇനത്തിൽപ്പെട്ട പാമ്പാണ് കുട്ടിയെ കടിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയുടെ കൈവിരലിന്റെ ഭാഗം അറ്റുപോയി. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈത് പ്രഭാകരന്റെ കൈവിരലിന്റെ ഭാഗമാണ് അറ്റുപോയത്. കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ വാതിലിന്റെ അരികിൽ പിടിച്ച് ചെരുപ്പിടുന്നതിനിടെ മറ്റൊരു വിദ്യാർത്ഥി വാതിലടയ്ക്കുന്നതിനിടെയായിരുന്നു സംഭവം നടന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. കുട്ടിയുടെ കൈയിൽ നിന്നും രക്തം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകരാണ് വിദ്യാർത്ഥിയെ തിരുവില്ലാമലയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ കൈവിരലിന്റെ ഒരു ഭാഗം അറ്റുപോയതായി കണ്ടെത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുവന്നൂർ ബാങ്കിലെ പോലെ അഴിമതികൾ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു എന്ന് പറയുന്നത് വാസ്തവമല്ലെന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ UDF ഭരണകാലത്തെ ചില നടപടിക്രമങ്ങളിൽ ക്രമവിരുദ്ധമായ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും സഹകരണ ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് കരുവന്നൂർ ബാങ്കുമായി താരതമ്യം ചെയ്യുവാൻ കഴിയുന്നതല്ല. ബാങ്കിന് നഷ്ടം വന്ന തുക മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കുവാൻ ഡിപ്പാർട്ട്മെന്റ് തല നടപടികൾ വരികയാണെന്നും കഴിഞ്ഞ 4 വർഷമായി സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭരണത്തിൽ ബാങ്കിന്റെ ധനകാര്യ നടപടികൾ സുതാര്യമായാണ് നടത്തുന്നതെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ TS സജീവൻ, അംഗങ്ങളായ ജിജോ പേരെപ്പാടൻ, സിജോ പറോക്കാരൻ, സെക്രട്ടറി ഇൻചാർജ് KS മനോജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേച്ചേരിയിൽ 15ഓളം കടകളിൽ മോഷണശ്രമം. വിവിധ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ കടകളിലാണ് മോഷണശ്രമം നടന്നത്. പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് കേച്ചേരി ബ്യൂറോ ഓഫീസുകളായ 2 സ്റ്റാർ 3 സ്റ്റാർ ഓഫീസുകളിലും മോഷണശ്രമം നടന്നിട്ടുണ്ട്. പലയിടത്തും സ്ഥാപനങ്ങളുടെ പൂട്ട് തകർത്തിയിട്ടുണ്ടെങ്കിലും മോഷ്ടാവിന് അകത്ത് കയറുവാൻ സാധിച്ചിട്ടില്ല. ഗുരുവായൂർ റോഡിലുള്ള അക്ഷയ കേന്ദ്രം, സൂപ്പർ മാർക്കറ്റ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, ബുക്ക് സെന്റർ, സ്പെയർ പാർട്സ് കട എന്നിവയിൽ ഉൾപ്പെടെ മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. സ്പെയർ പാർട്സ് കട കുത്തി തുറന്ന് മേശയിലുണ്ടായിരുന്ന 4000ഓളം രൂപ മോഷ്ടിക്കുകയും CCTV ക്യാമറ സംവിധാനം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ C ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ വ്യാപക മോഷണ ശ്രമം നടക്കുന്നത്. കുന്നംകുളം ചൂണ്ടലിൽ പെട്ടിക്കടയിൽ മോഷണം. ചൂണ്ടൽ സ്വദേശി ചൂണ്ടൽ വീട്ടിൽ ശ്രീനിവാസന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. പെട്ടിക്കട മൂടിയിരുന്ന ടാർപ്പായും ചാക്കും പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. കടയിലുണ്ടായിരുന്ന സോഡ, ബീഡി, സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയും കവർന്നു. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാപ്രാളം കടുങ്ങാട് പാടശേഖരത്തിലെ മോട്ടോർ ഷെഡിൽ നിന്നും കോപ്പർ വയറുകൾ മോഷണം പോയി. പാടശേഖരത്തിലെ വെള്ളം വറ്റിക്കാൻ ഉപയോഗിക്കുന്ന 50 HP സബ്മേഴ്സിബിൾ മോട്ടോറിൽ നിന്നും സ്വിച്ച് ബോർഡിലേക്കുള്ള 20 മീറ്റർ നീളമുള്ള 2 കോപ്പർ കേബിളുകളാണ് മോഷണം പോയത്. ഷെഡിന്റെ ഗ്രില്ല് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സാമ്പല്ലൂരിൽ സംഘടിപ്പിച്ച പ്രവാസി ഭാരതീയ ദിവസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികളെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത്.
സംസ്ഥാന പ്രസിഡന്റ് LV അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC സെക്രട്ടറിമാരായ K. ഗോപാലകൃഷ്ണൻ, സെബി കുടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ പ്രതിഷേധ യോഗം നടത്തി. DCC ജനറൽ സെക്രട്ടറി PJ രാജു യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടുമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. തോമസ് പുത്തൂർ, AR കൃഷ്ണൻകുട്ടി, TV പൌലോസ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെതിരെയുള്ള പോലീസ് നടപടിക്കെതിരെ എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. AD സാജു, NK സുലൈമാൻ, KP വിവേകൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകാരണമായി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പിള്ളി, KP സുനിൽകുമാർ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, അഡ്വക്കേറ്റ് സുജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭവനരഹിതരില്ലാത്ത നഗരസഭയാവാൻ ചാലക്കുടി നഗരസഭയ്ക്ക് സാധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടി നഗരസഭ സുവർണ ജൂബിലി സ്മാരകമായി പോട്ടയിൽ നിർമ്മിക്കുന്ന വീടുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോട്ട തേശ്ശേരി റോഡിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോർജ് തോമസ്, ജിജി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിക്ക് സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയ കട്ടക്കയം തങ്കച്ചൻ, ടോമി പോട്ട, കോൺട്രാക്ടർ ബിജു ഗ്ലോബൽ എന്നിവരെ പ്രതിപക്ഷ നേതാവ് ആദരിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തോട് ചേർന്ന് തോട് ബലപ്പെടുത്തുന്നതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ തർക്കം. തോട് ബലപ്പെടുത്തുന്നതിന്റെ മറവിൽ നടത്തിയ അനധികൃത നിർമ്മാണം നടത്തുന്നത് സംബന്ധിച്ചാണ് യോഗത്തിൽ തർക്കത്തിനിടയാക്കിയത്. അനധികൃത നിർമ്മാണം പൊളിച്ചു കളയണമെന്നും കെട്ടിട ഉടമയിൽ നിന്നും ഇതിന്റെ നഷ്ടം ഈടാക്കണമെന്നും കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അനധികൃത നിർമ്മാണം പൊളിച്ചു കളയണമെന്നാവശ്യപ്പെട്ട് BJP അംഗങ്ങൾ ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ പ്രതിഷേധിച്ചതോടെ യോഗം ബഹളമയമായി. ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് നഗരസഭാ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. നഗരത്തിലെ അനധികൃത നിർമ്മാണങ്ങളെല്ലാം CPM-ന് മേൽ കെട്ടിവെക്കേണ്ടെന്നും നഗരത്തിലെ അനധികൃത നിർമ്മാണവുമായി CPM-നോ നഗരസഭയ്ക്കോ യാതൊരു ബന്ധവുമില്ലെന്നും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് പറഞ്ഞു. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടലംഘനത്തെ തുടർന്ന് കെട്ടിടത്തിന് നമ്പർ നൽകിയിട്ടില്ലെന്നും നമ്പർ നൽകാത്ത കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ നഗരസഭ കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. തന്റെ തീരുമാനത്തിന് വിരുദ്ധമായി നഗരസഭാ സെക്രട്ടറി എടുത്ത സമീപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും സെക്രട്ടറിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ പുരുഷ നഴ്സിനെതിരെ ശിക്ഷാ നടപടി എടുത്തില്ലെന്ന ആരോപണം. പുരുഷ നഴ്സിനെ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റിയത് ആരോഗ്യവകുപ്പിന്റെ പ്രോത്സാഹന നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കും വിധം പെരുമാറിയ താലൂക്ക് ആശുപത്രി ജീവനക്കാരന് പ്രോത്സാഹന ട്രാൻസ്ഫർ കൊടുത്തതിനെതിരെ ആരോഗ്യമന്ത്രി, DMO, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകുവാനും പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാനും UDF പാർലമെന്ററി കമ്മിറ്റി തീരുമാനിച്ചതായി KV സത്താർ, ഹസ്മത്ത് അലി, ഫൈസൽ കണാപ്പള്ളി എന്നിവർ പറഞ്ഞു. നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയുടെ ഭാഗമായി പാലയൂരിൽ നിന്നും ഒരു വിദ്യാർത്ഥി അവരുടെ രക്ഷിതാവും കൂടി വന്നു. ആ വിദ്യാർത്ഥിയെ അതിക്രൂരമായി സിറിഞ്ച് കൊണ്ട് കുത്തി ആ വിദ്യാർത്ഥിയുടെ കാലിന് സ്വാധീനമില്ലാത്ത രീതിയിൽ പോവുകയും ശക്തമായ പ്രതിഷേധങ്ങളും സമരത്തിൻ്റെ ഭാഗമായിട്ട് ആ മെയിൻ നഴ്സിനെ, പ്രതീഷ് എന്ന് പറയുന്ന നഴ്സിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നിട്ടുള്ള
അതിക്രൂരമായിട്ടുള്ള ഇത്തരം നടപടിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ പട്ടികജാതിക്കാരിയായ യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി. ചികിത്സാ പിഴവ് ആരോപിച്ച് യുവതി പോലീസിൽ പരാതി നൽകി. ചന്ദ്രാപിനി കൂട്ടാലപ്പറമ്പ് ചാരിച്ചെട്ടി വീട്ടിൽ പ്രേംകുമാറിന്റെ മകളും ചേർത്തല പള്ളിപ്പുറം ആദർശ് നിവാസിൽ ആദർശദാസിന്റെ ഭാര്യയുമായ മോനിഷയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്കും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സീമ ഗംഗാധരനുമെതിരെ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ഡിസംബർ 20-നാണ് മോനിഷ താലൂക്ക് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായത്. സിസേറിയന് ശേഷം അസഹ്യമായ വയറുവേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടുവെങ്കിലും വേണ്ടത്ര ചികിത്സ നൽകാതെ തന്നെ കഴിഞ്ഞ 25-ന് ഡിസ്ചാർജ് ചെയ്തതായി മോനിഷ പരാതിയിൽ പറയുന്നു. വേദന അസഹനീയമായതിനെ തുടർന്ന് ചന്ദ്രാപിനിയിലുള്ള സ്വകാര്യ ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ്ങിന് വിധേയയാവുകയും ചെയ്തു. സിസേറിയൻ നടത്തിയ ഡോക്ടറെ ഉടൻ കാണാൻ സ്വകാര്യ ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ജനുവരി 1-ന് 12 മണിക്ക് താലൂക്ക് ആശുപത്രിയിലെത്തിയ തനിക്ക് 20 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ചികിത്സ ലഭിച്ചതെന്ന് മോനിഷ പറയുന്നു. ജനുവരി 2-ന് നടത്തിയ സ്കാനിംഗിൽ യുവതിയുടെ വയറ്റിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ടെന്നും പഴുപ്പുണ്ടെന്നും കണ്ടെത്തി. ജനുവരി 5-ന് മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മോനിഷയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. അതേസമയം യുവതിയുടെ പരാതിയും സ്വകാര്യ ആശുപത്രിയിൽ റിപ്പോർട്ടും കണ്ടിട്ടില്ലെന്നും ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമായിട്ടില്ലെന്നും താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പുതുക്കാട് ആവില കോളേജ് റോഡിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി കമ്പിയിലേക്ക് തെങ്ങ് കടപുഴകി വീണു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങാണ് 11 kV ലൈനിലേക്ക് മറിഞ്ഞു വീണത്. പുതുക്കാട് പഞ്ചായത്ത് അംഗം സെബി കൊടിയന്റെ നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചുമാറ്റി. കമ്പികളിൽ തടഞ്ഞു നിന്ന തെങ്ങ് ഫയർഫോഴ്സും KSEB അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. റോഡിന് കുറുകെ തെങ്ങ് മറിഞ്ഞു വീണതോടെ ഗതാഗതവും വൈദ്യുതി ബന്ധവും ഏറെ നേരം തടസ്സപ്പെട്ടു. മറ്റത്തൂർ വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മറ്റത്തൂരിൽ പഞ്ചായത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്തിലെ ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലമില്ലാത്തതിനാൽ കായിക പരിശീലനത്തിന് സൌകര്യമില്ലാതെ വിഷമിക്കുകയാണ് പ്രദേശത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, KSEB ഓഫീസ്, സഹകരണ ബാങ്ക്, ടെലിഫോൺ എക്സ്ചേഞ്ച്, വിവിധ സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ വെള്ളിക്കുളങ്ങരയിലുണ്ടെങ്കിലും പൊതുകളിസ്ഥലം ഇവിടെയില്ല. വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്ത് വിഭജിക്കപ്പെടുമ്പോൾ പുതിയ പഞ്ചായത്ത് രൂപം കൊള്ളാനിരിക്കുന്നതും വെള്ളിക്കുളങ്ങര ആസ്ഥാനമായാണ്. മറ്റത്തൂർ, കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ ഈയിടെ പഞ്ചായത്ത് അധീനതയിൽ വന്നുചേർന്ന സ്ഥലം ഉപയോഗപ്പെടുത്തി കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് കായിക പ്രതിഭകളുണ്ട്. അവർക്കൊരു പരിശീലനം നേടാനോ മറ്റു കാര്യങ്ങൾക്കോ, അതുപോലെ തന്നെ 2 സ്കൂളുണ്ട്. ആ സ്കൂളിലെ ഈ നമ്മുടെ വെള്ളിക്കുളങ്ങര പ്രദേശത്ത് ഒരു കളിസ്ഥലം പൊതുവായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ നമുക്കിത് ഇപ്പം പുറമ്പോക്ക് പഞ്ചായത്തിന് ലഭിച്ച ആ സ്ഥലത്ത് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിനുള്ള നിയമ നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളിക്കുളങ്ങര പട്ടികജാതി കോളനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവജനങ്ങളും വിദ്യാർത്ഥികളും കളിസ്ഥലമില്ലാത്തതിനാൽ കായിക വിനോദങ്ങൾക്കോ പരിശീലനത്തിനോ കഴിയുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ തിലകൻ കുന്നുമേൽ പറഞ്ഞു. ഈ വെള്ളിക്കുളങ്ങരയ്ക്ക് തനതായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ടോ മറ്റു കായിക കലാപരിപാടികളോ ഏർപ്പെടുത്തുന്നതിന് പ്രത്യേകമായൊരു സ്ഥലമില്ല. ഇവിടുത്തെ സ്ഥലവാസികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സ്കൂൾ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഒരു നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ആക്കിയെടുക്കുന്നതിന് ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത് മുഖേന ഉണ്ടാവണം. വെള്ളിക്കുളങ്ങര തോടിന് സമീപം പഞ്ചായത്തിന് ഈയിടെ ലഭിച്ച പുറമ്പോക്ക് സ്ഥലം അജൈവ മാലിന്യം ശേഖരിക്കാനുള്ള MCF കേന്ദ്രമാക്കി മാറ്റാനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നതെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. കളിസ്ഥലത്തിനായുള്ള ജനങ്ങളുടെ മുറവിളി പരിഗണിക്കാതെ പട്ടികജാതി കോളനിക്കും വെള്ളിക്കുളം വലിയ തോടിനും സമീപം MCF സ്ഥാപിക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് പ്രദേശവാസിയായ സുബ്രൻ പറഞ്ഞു. ഒരു കളിസ്ഥലം അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ദേശത്തിലെ എല്ലാ ആൾക്കാർക്കും അത് വളരെ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ്. അതല്ലാതെ ഇവിടെ മാലിന്യ സംസ്കരണം നടത്താൻ പോകുന്നുണ്ട് ഒരു വാർത്ത അങ്ങനെ പറഞ്ഞിരുന്നു. അത് ശരിയാണെന്നറിയില്ല, എങ്കിലും അതിന് അനുവദിച്ചുകൂടാത്തൊരു കാര്യമാണ്. TCV ന്യൂസ്, കൊടകര. കോട്ടപ്പുറം രൂപതയുടെ നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രാസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങിനുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ അങ്കണത്തിൽ നടന്നു. കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പന്തലിന് കാൽനാട്ടി.
പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി, ഫാദർ ജോബി കാട്ടാശ്ശേരി, ഫാദർ ജാക്സൺ വലിയപറമ്പിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 20-നാണ് മെത്രാഭിഷേകം. ക്രിസ്മസ് കരോൾ കാണാൻ മകൾക്കൊപ്പം പോയ പിതാവിന്റെ കണ്ണുകളിലൊന്ന് അടിച്ചു തെറിപ്പിച്ച് കാഴ്ച നഷ്ടപ്പെടുത്തിയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അരിമ്പൂർ കൈപ്പുള്ളി സ്വദേശി ആർവിനെയാണ് SI കെ ശ്രീഹരി, SI ജോസി ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എറവ് ആറാങ്കല്ല് സ്വദേശി ചിറമൽ ജോസഫിന്റെ കണ്ണിലെ കാഴ്ചയാണ് ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. സ്കൂട്ടറിൽ ആറാങ്കല്ല് സെന്ററിനടുത്തുള്ള സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയ്ക്കടുത്ത് വന്ന ജോസഫ് കരോൾ തുടങ്ങിയിട്ടില്ലെന്ന് കണ്ടതിനാൽ സ്കൂട്ടർ എടുത്ത് റോഡിൽ തിരിച്ചു പോകുന്നതിനിടെയാണ് ബൈക്കിൽ വന്ന പ്രതി ആർവിൻ ആക്രമിച്ചത്. സ്കൂട്ടർ റോഡിലിട്ട് തിരിച്ച തർക്കമാണ് ആക്രമണത്തിന് ഇടയാക്കിയത്. ജോസഫിന്റെ മകൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി പരാതിയിൽ പറയുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാതൃകാ പദ്ധതിയായ ഷീ വർക്ക് സ്പേസിന് 20.5843 കോടി രൂപ സർക്കാർ അനുമതിയായി. ഷീ വർക്ക് സ്പേസ് പദ്ധതിയിലൂടെ 2500 പേർക്ക് നേരിട്ടും 1500 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര വല്ലപ്പാടിയിൽ ദേശീയപാതയോട് ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1 ഏക്കർ സ്ഥലത്ത് 6 നിലകളിലായാണ് ഷീ വർക്ക് സ്പേസിന് ആവശ്യമായ കെട്ടിടം പണിയുന്നത്. KK രാമചന്ദ്രൻ MLAയുടെ ബജറ്റ് വിഹിതവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം, 7 ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതവും ജില്ലാ ആസൂത്രണ സമിതി ഇൻസെന്റീവ് ഗ്രാന്റ് 2 കോടിയും ബാക്കി 20.4 കോടി സർക്കാർ ഗ്യാരണ്ടിയിൽ നബാർഡിന്റെ വായ്പയുമാണ് പദ്ധതി പൂർത്തീകരണത്തിന് വിനിയോഗിക്കുക. ഈ വർഷം നവംബറിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ഫ്രാൻസിസ്, സജിത രാജീവൻ, BDO KK നിഖിൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി M പട്ടോലി, അസിസ്റ്റന്റ് എഞ്ചിനീയർ VP രോഹിത് തുടങ്ങിയവർ അറിയിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ ഹരിത കർമ്മസേന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ ബെയിലിംഗ് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു. വെളുത്തൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഹരിത കർമ്മസേനയുടെ MCFൽ സ്ഥാപിച്ച ബെയിലിംഗ് മെഷീൻ പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ KV രജനീഷ്, വാർഡ് മെമ്പർ ഷിമി ഗോപി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ഷാജി, അസിസ്റ്റന്റ് സെക്രട്ടറി റസി റാഫിൽ, HICF മഹേന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ റൂബി ജൂബിലി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് ചെറയത്ത് അധ്യക്ഷനായി. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം നടത്തി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി തോമസ്, കലാപ്രിയ സുരേഷ്, പ്രധാന അധ്യാപകൻ PD ജോഷി, PTA പ്രസിഡന്റ് ഷിജോ ഞെരിഞ്ഞാംപിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിലെ വികസന സെമിനാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SK ഖാലിദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മ്യ സുധീർ തുടങ്ങിയവർ ചേർന്ന് വികസന രേഖ പ്രകാശനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കലിക്കൽ, വൈസ് പ്രസിഡന്റ് ജിൻസി ബാബു, മെമ്പർമാരായ M ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും കാരുണ്യം കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കാരുണ്യം ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ കുടുംബസംഗമത്തിൽ അധ്യക്ഷനായി. കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പണ്ടോത്തയിൽ, ജോയിന്റ് സെക്രട്ടറി മനാഫ് വീട്ടിലയിൽ, വൈസ് ചെയർമാൻ അബൂബക്കർ പാറയിൽ, ട്രഷറർ അഷ്റഫ് കീടത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏഷ്യൻ വാട്ടർ ബെഡ് സെൻസസിന്റെ ഭാഗമായി തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളിൽ 33ാമത് നീർപക്ഷി സർവേ നടത്തി. പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചതിനാലാണ് സർവേ നടത്തിയത്. കോൾപ്പാടത്തെ പക്ഷിക്കൂട്ടമായ കോൾ ബേർഡ്സ് കളക്റ്റീവും കാർഷിക സർവകലാശാല വനശാസ്ത്ര കോളേജും കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജും സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത്. മാറഞ്ചേരി, ഉപ്പുങ്ങൽ എന്നിവയ്ക്ക് പുറമെ തൊമ്മാന, അടാട്ട്, മനക്കൊടി, പാലക്കൽ, ഏനാമാവ്, പുല്ലഴി, മുള്ളൂർക്കായൽ, തൊട്ടിപ്പാൾ, കാഞ്ഞാണി തുടങ്ങിയ കോൾ മേഖലകൾ കേന്ദ്രീകരിച്ച് സർവേ നടത്തി. സർവേയിൽ 106 ഇനങ്ങളിലായി 13,697 നീർപക്ഷികളെ കണ്ടെത്തി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച്
ഈ വർഷം പക്ഷികളുടെ എണ്ണത്തിൽ വളരെ കുറവാണ് കണ്ടെത്തിയത്. എരണ്ടകൾ, വർണ്ണക്കൊക്ക്, ചോരക്കൊക്കൻ, കരിയാള, ചിന്നമുണ്ടി, നീലക്കോഴി, നീർക്കാക്കകൾ തുടങ്ങിയവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ചെറുമത്സ്യങ്ങളില്ലാത്തതും പരിസ്ഥിതി നാശവുമാണ് പക്ഷികളുടെ കുറവിന് കാരണമായിട്ടുള്ളത്. ദീർഘദൂര ദേശാടകനായ കായൽപുള്ള്, കരിവാലൻ പുൽക്കുരുവി, മൂടിക്കാലൻ കുരുവി, വലിയ പുള്ളിപ്പരുന്ത്, ഉപ്പൂപ്പൻ തുടങ്ങി പക്ഷികളെയും കോൾനിലങ്ങളിൽ നിന്ന് സംഘത്തിന് കണ്ടെത്താനായി. കോരിച്ചുണ്ടൻ താറാവ്, വലിയ മീവൽക്കാട എന്നിവയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. പുള്ളിക്കാടക്കൊക്ക്, കുളക്കൊക്ക്, കാലിമുണ്ടി, ചിന്നമുണ്ടി, മഞ്ഞവാലുകുലുക്കി, ചെറിയ നീർക്കാക്ക, നീലക്കോഴി, പെരുമുണ്ടി, വർണ്ണക്കൊക്ക്, കുരുവി, മണലൂതി, വെള്ള ഐബിസ്, കരിയാള എന്നിവയാണ് കൂടുതൽ കണ്ടെത്താനായത്. മുതിർന്ന പക്ഷി നിരീക്ഷകനായ CP സേതുമാധവൻ, K മനോജ്, ഷിനോ ജേക്കബ് കൂറ്റനാട് എന്നിവർ സർവേക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ് പുന്നയൂർകുളം. എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ ഗ്രൌണ്ടിന്റെ നവീകരണ പ്രവർത്തനം AC മൊയ്തീൻ MLA വിലയിരുത്തി. 2 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തിലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, സ്കൂൾ PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ, പ്രധാന അധ്യാപകൻ വാസുദേവൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് JF സിൻഡ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമ്പലപ്പാറ പഞ്ചായത്തിന്റെ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. കരട് പദ്ധതി നിർദ്ദേശങ്ങൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AI സീനത്ത് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു S, വിവിധ വാർഡ് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരാഴ്ചയോളമായി ഇടവിട്ട് പെയ്യുന്ന മഴ മറ്റത്തൂരിലെ നെൽകർഷകർക്ക് ദുരിതമായി. വിളഞ്ഞ പാകമായ നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. ചേറ്റുപുഴ കിഴക്കേ കോൾപ്പടവിലെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ച ആഘോഷിച്ചു. കൊടിയേറ്റ കാഴ്ചകൾക്ക് ഗജവീരന്മാരും വാദ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി. കുടിവെള്ളത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തടയണ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് പൊളിച്ചു നീക്കി. പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാനാണ് തടയണ പൊളിച്ച് 10 മീറ്ററോളം ദൂരം ചാലുകീറിയത്. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപ്പിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപ്പിന്നി മുതൽ CV സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് യാത്രക്കാർക്ക് ദുരിതമായി മാറിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനം തൃശൂരിൽ നടന്നു. കോർപ്പറേറ്റ് വൽകൃത സമൂഹത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനും ആശ്വാസം നൽകാനും COA പോലുള്ള സംഘടനയ്ക്ക് കഴിയുന്നുവെന്നത് അഭിനന്ദനാർഹമാണെന്ന് KK രാമചന്ദ്രൻ MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.